ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ നേരത്തെ വീഡിയോയിൽ കാണാത്ത ചില കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് XLR പിന്നാണ്. മൈക്കിൻ്റെ കേബിളിൽ വരുന്ന XLR പിന്ന്. ഒന്ന് ക്ലോസ് കാണിച്ചു. ഇതാണ് XLR പിന്ന്. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇത് RJ45 എന്ന് പറയുന്ന ഒരു ക്ലിപ്പാണിത്. നമ്മുടെ ലാൻഡ് കേബിളിന്, അതായത് നെറ്റ്വർക്ക് കേബിളിൻ്റെയൊക്കെ അറ്റത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള RJ45 എന്ന് പറയുന്ന ക്ലിപ്പ്. അപ്പോൾ ഈ സാധനം വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടോർച്ചിനുള്ള ചെറിയ ബാറ്ററി. ഇത് നമുക്ക് ഓർഡർ ആയിരുന്നു കേട്ടോ. ഈ 3.7 വോൾട്ട് ഈ ഒരു ലെങ്ത് എന്നൊക്കെ പറയുന്നത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഓർഡർ കൊടുത്ത് വരുത്തിയതാണ്. കസ്റ്റമർ നമ്മുടെ തന്നിട്ട് പോയി. അങ്ങനെ ഓർഡർ കൊടുത്ത് വരുത്തിയ ഒരു ബാറ്ററിയാണിത്. പിന്നെ വന്നിരിക്കുന്നത് LR1130 സെല്ല്. അപ്പോൾ ഇങ്ങനത്തെ ഈ ചെറിയ ബട്ടൺ സെല്ലൊക്കെ ഇതൊക്കെ പല ടൈപ്പ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ 1130, പിന്നെ LR44, പിന്നെ 2230, 2216, അങ്ങനെ പല നമ്പറിലുള്ള ബട്ടൺ സെല്ലുകൾ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അതായത് ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്, ഇപ്പം BP നോക്കുന്ന മെഷീന്, അല്ലെങ്കിൽ ഷുഗർ നോക്കുന്ന മെഷീന്, അങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യാൻ, പിന്നെ പിള്ളേരുടെ ടോയ്സ്, അങ്ങനെ പല സാധനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് കൂട്ട് ബട്ടൺ സെല്ലുകൾ. അപ്പോൾ ഇത് കൂട്ട് പല നമ്പറിലുള്ള ബട്ടൺ സെല്ലുകളുണ്ട്. അപ്പോൾ അതുപോലെ ഇത് കൂട്ട് ബട്ടൺ സെല്ലൊക്കെ വാങ്ങി, അതുപോലെ നമ്മുടെ കാറിൻ്റെ ചാവി ഉണ്ടല്ലോ, അതിനെന്താ പറയുന്നത്, കാർ കീക്കൊക്കെ വരുന്ന ബട്ടൺ സെല്ലുകൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ സെല്ലുകളൊക്കെ വാങ്ങാൻ വരുമ്പം നമുക്ക് ഇതിൻ്റെ നമ്പർ അറിഞ്ഞിരിക്കണേ, എന്നാലാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം കണ്ടു കഴിയുമ്പം ഏകദേശം സെല്ലുകളൊക്കെ ഒരേപോലെ വട്ടമൊക്കെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ തിക്നെസ്സിൽ വ്യത്യാസം കാണും. അപ്പോൾ അത് നോക്കി എടുക്കണമെങ്കിൽ ഇവിടത്തേൽ ഒരു നമ്പറുണ്ട്. ആ നമ്പർ നോക്കിയാണ് നമ്മളിത് എടുക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ പ്ലഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ 2 ഐറ്റം ആയിരുന്നു. ഇപ്പോൾ ഇത് അതുപോലത്തെ തന്നെ വേറൊരു കമ്പനിയുടെ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണൽ പ്ലഗ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടോ ഇതുപോലത്തെ ചെറിയ ബാറ്ററികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പല ആംബിയറിലുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എമർജൻസി, ചൈന എമർജൻസി ലൈറ്റുകളുണ്ടല്ലോ, അങ്ങനത്തേതിന് വരും. അതുപോലെ മോസ്കിറ്റോ ബാറ്റ്, പിന്നെ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ, ചെറിയ ടോർച്ചുകൾ, അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ഇത് കൂട്ട് ബാറ്ററികളാണ് വരുന്നത്. അപ്പോൾ ഇത് പല വോൾട്ട് പല ആംബിയറാണ് വന്നത്. ഇതിപ്പം 4 വോൾട്ട് 2 ആംബിയറിൻ്റെ ആണ് ഈ ഒരു ബാറ്ററി. എല്ലാം സൈസ് വ്യത്യാസം കാണും കേട്ടോ. ഇത് 4 വോൾട്ട് 2 ആംബിയർ. പിന്നെ ഈ ഒരെണ്ണം 4 വോൾട്ട് 2.5 ആംബിയർ. പിന്നെ ഇത് കണ്ടോ, ഇത് തീരെ ചെറുതാണ്, 4 വോൾട്ട് 1 ആംബിയർ ആണ് ഈ ഒരു ബാറ്ററി വരുന്നത്. ഇത് അതിലും ചെറിയാണ് സൈസ്, ഇത് അതിലും ചെറുതാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഇത് വരുന്നത് 4 വോൾട്ട് 0.5 ആംബിയർ. ഇതാണിപ്പോൾ നമുക്ക് ഈ ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറുതാണിത്, 4 വോൾട്ട് 0.5 ആംബിയർ. പിന്നെ ഇത് ഇതിനേക്കാളൊക്കെ ഇച്ചിരി കൂടെ സൈസ് കൂടിയതാണ്, പൊക്കം കൂടിയതാണ്. ഇതിൻ്റെ 4 വോൾട്ട് 1.5 ആംബിയർ. അപ്പം ഇത്രയാണ് ഈ ടൈപ്പ് മോഡൽ ബാറ്ററീസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടിയത് പിന്നെ 6 വോൾട്ട് അങ്ങനത്തെ വലിയ ബാറ്ററി, അതും എമർജൻസിക്ക് അങ്ങനെയൊക്കെ വരുന്നതാണ്. പിന്നെ ഇന്നും കുറേ റിമോട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏത് സ്റ്റോക്ക് വന്നാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറേ റിമോട്ട് കാണും. ഇപ്പം ഈ ഒരെണ്ണം വന്നിരിക്കുന്നത് സോണി ഹോം തിയേറ്ററിൻ്റെ റിമോട്ടാണേ. ഇതുണ്ട്, ഇത്രയും ചെറുതായിട്ടുള്ള സോണി ഹോം തിയേറ്ററിൻ്റെ റിമോട്ടാണിത്. ഇതുണ്ടോ, ഇത് സോണിയുടെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ വന്നിരിക്കുന്നത് TCL ആൻഡ്രോയിഡ് TVയുടെ റിമോട്ടാണ്. പിന്നെ ഇത് LGയുടെ മൗസുള്ള റിമോട്ട്, ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ പാനാസോണിക് ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്, ആംസ്റ്റാഡ് ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്. പിന്നെ ഈ ഒരെണ്ണം ഇംബെക്സ് TVയുടെ റിമോട്ടാണ്. അപ്പോൾ ഇംബെക്സിന് പലതരത്തിലുള്ള റിമോട്ട് ഉണ്ട്. ഈ ഒരെണ്ണം വന്നിരിക്കുന്നത് മൗസ് ഉള്ള മോഡലാണ്. ഇപ്പോൾ ചിലത് TVയുടെ അങ്ങനെ മൗസ് ഉള്ള മോഡലാണ് റിമോട്ട് വരുന്നത്. ഇത് ആ ടൈപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ടാറ്റ പ്ലേയുടെ റിമോട്ടാണ്, ഡിഷിൻ്റെ ടാറ്റ പ്ലേ റിമോട്ട്. പിന്നെ ഇത് AC റിമോട്ടാണ്. പിന്നെ ഇതൊരെണ്ണം
യൂണിവേഴ്സൽ റിമോട്ടാണ് വീഡിയോകോൺ ടി വിയുടെ പഴയ മോഡൽ വീഡിയോകോൺ ടി വിയുടെ യൂണിവേഴ്സൽ റിമോട്ട്. അതൊരെണ്ണം ഓർഡർ ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തതാണ്. പിന്നെ നമുക്കുണ്ടല്ലോ കുറേ റേഡിയോ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളത് ഫിലിപ്സിന്റെ റേഡിയോ, ഐബെല്ലിന്റെ റേഡിയോ ഒക്കെ ആയിരുന്നു വാറണ്ടി ഉള്ളത്. അപ്പം ഇത് വാറണ്ടി ഇല്ലാത്ത റേഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് അതിനേക്കാളും ഒക്കെ വിലക്കുറവാണ്. 1000 താഴെ ഇതിന് റേറ്റ് ഉള്ളൂ. പക്ഷെ വാറണ്ടി ഇല്ലെന്ന് വെച്ച് മേടിക്കേണ്ട, കംപ്ലൈന്റ് ഒന്നും വരത്തില്ല. നല്ല പ്രോഡക്റ്റ് ആണ്. 2 മോഡൽ വന്നിട്ടുണ്ട്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 2 ബാറ്ററി ഉപയോഗിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 3 ബാറ്ററിയുടെയാണ്. ഇപ്പം ഇത് ഒന്ന് നോക്കുവാണെങ്കിൽ 3 ബാൻഡ് റേഡിയോ ആണ്. മീഡിയം, ഷോർട്ട്, FM അങ്ങനെ 3 ബാൻഡ് കിട്ടും. പിന്നെ ഇത് നമുക്ക് കറണ്ടേ കൊടുക്കാനായിട്ട് നേരിട്ട് AC കോഡ് ഉപയോഗിച്ച് കറണ്ടേ കൊടുക്കാം. അഡാപ്റ്ററിന്റെ ആവശ്യമില്ല. 2 ബാറ്ററി ഇട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് 2 ബാറ്ററിയുടെ റേഡിയോ. 3 ബാൻഡ് 2 ബാറ്ററിയുടെ റേഡിയോ, AC കോഡ് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ തന്നെ 3 ബാറ്ററി ഉപയോഗിക്കാവുന്ന റേഡിയോ ആണ്. 3 ബാറ്ററിയുടെ റേഡിയോ ആണ് ഇത്. ഇതും നമുക്ക് AC കോഡ് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. എലിമിനേറ്ററിന്റെ ആവശ്യമില്ല. അപ്പൊ കുറഞ്ഞ റേഡിയോയും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നേരത്തെ ഫിലിപ്സിന്റെ ഐബെല്ലിന്റെ ഒക്കെ കാണിച്ചപ്പോഴത്തേക്കും കുറഞ്ഞ റേഡിയോ ഉണ്ടോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറഞ്ഞ റേഡിയോയും അവൈലബിൾ ആണ്. അപ്പം ഇത് ഇത്രയും നമുക്ക് ഇന്ന് വന്ന പ്രോഡക്റ്റ്. ഇതിന്ന് നമുക്ക് ഡെസ്പാച്ച് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് ടോർച്ചാണ് കേട്ടോ, ഫിലിപ്സിന്റെ ടോർച്ചാണ്. അപ്പൊ ഏറ്റവും വലുതും എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പോകേണ്ടത് ട്രിവാൻഡ്രത്തേക്കാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ ജ്വല്ലറി ആണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ അതിനകത്ത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ വാച്ച് വരുന്നുണ്ട്, മാലയുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, കമ്മലുണ്ട്, എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരെണ്ണം പത്തനംതിട്ട, ഇത് കോഴിക്കോട്, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, തിരുവമ്പാടി. പിന്നെ ഇതൊരു റിമോട്ട് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു, AC റിമോട്ട് ആലപ്പുഴയ്ക്കുള്ളത്. അപ്പോൾ അതും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇൻഡക്ഷൻ ഹോബാണ്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡക്ഷൻ ഹോബ് 2 സ്റ്റൗവിന്റെ ആണ് വന്നിരിക്കുന്നത്. സോളാർ എനർജിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഡക്ഷൻ ഹോബാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഓർഡർ കിട്ടിയതാണ്. ഇതെങ്ങോട്ട് പാലക്കാടിനാണ് ഈ പ്രോഡക്റ്റ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമ്മൾ ഇതുപോലെ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഷോപ്പ് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാലാ, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിലെ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. വീണ്ടും കൂടെ പ്രോഡക്റ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.